വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്നൊരു സ്ഥലമാണ് ഉത്തരാഖണ്ഡ്. അവിടെയുള്ള ചാർധാമിലേക്കുള്ള യാത്രയാണിത്. ഞാനും എൻ്റെ കസിൻസും ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഈ ട്രിപ്പ് കോർഡിനേഷൻ ചെയ്തത് കോട്ടയത്തുള്ള ഒളിപ്പറമ്പിൽ ഡ്രീംസ്കേപ്പ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. അതിന്റെ MD ആയ ശ്രീ രഞ്ജിത്ത് ഗോപിയാണ് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നത്. രാത്രിയിലുള്ള ആഹാരം കസിനായ ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. ചപ്പാത്തിയും ഉള്ളിക്കറിയൊക്കെ കഴിച്ച് നേരെ അങ്ങോട്ട് സ്ലീപ്പർ ബെഡിലേക്ക് കയറി. എണീറ്റപ്പോൾ തന്നെ ഗോവ എത്തിയിരുന്നു. ട്രെയിനിൽ രാവിലെ തന്നെ ബോറടിച്ചു തുടങ്ങി. കാരണം കുറേ നേരം കൊണ്ടിരിക്കുകയല്ലേ. സമയമാണെങ്കിൽ ഒട്ടും പോകുന്നുമില്ല. എങ്ങനെയൊക്കെയോ സമയം തള്ളി നീക്കി. അങ്ങനെ ട്രെയിൻ ഇപ്പോൾ കൊങ്കൺ റെയിൽ പാതയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രിക്കുള്ള ആഹാരം ട്രെയിനിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. നോർമൽ താലി മീൽസിന് 140 രൂപയും ചിക്കൻ ബിരിയാണിക്ക് 130 രൂപയും സ്പെഷ്യൽ താലി മീൽസിന് 180 രൂപയുമാണ് റേറ്റ് വരുന്നത്. സ്പെഷ്യൽ താലി ഇതായിട്ട് തുടങ്ങി. അതിൽ വെള്ളരിക്കയില്ല, ഇതിൽ വെള്ളരിക്ക ഉണ്ട്. ഇതില് സ്പെഷ്യലാണ്. വെള്ളരിക്ക കാണും, വെണ്ടയ്ക്ക കാണും, ഗുലാബ് പനീർ കൂടുതൽ വരും. 40 രൂപ കൊടുത്ത് എത്ര കിട്ടും? ഇല്ലെങ്കിൽ അത് 5 കഴിയും കിട്ടും. അകത്ത് കേസരി അൺബോക്സിംഗ് ആണ് നമ്മുടെ ചിക്കൻ ബിരിയാണി. രാവിലെ വെടിയുമ്പോൾ കളർഫുൾ ഐറ്റം. ഫുഡ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട്? സങ്കടത്തിൽ കഴിക്കാനായിട്ട് അറിയാം. ബിരിയാണി മാത്രം കൊള്ളൂലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ എണീറ്റത് മുതലേ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ പോലീസ് ഉണ്ടായിരുന്നു. കാരണം 2 പേരുടെ ഫോൺ മോഷണം പോയി. ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് അവർ കിടന്നുറങ്ങി. കള്ളൻ അത് എടുത്തുകൊണ്ടും പോയി. പിറ്റേ ദിവസം രാവിലെ ഫോൺ നോക്കുമ്പോൾ ഫോണും കാണാനില്ല. അവർ പോലീസിൽ പരാതിപ്പെട്ടു. രാവിലെ തന്നെ പോലീസ് എത്തുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ സമാധാനമായി ബ്രെഡും ജാമും കഴിക്കുന്ന കാര്യം അതും കൂടെ ഇതാണ് ചെമ്പൽ നദി. ചെമ്പല നല്ല വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം കുറവെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇതൊരു മനോഹരമായ കാഴ്ച കാണാൻ നിങ്ങൾ നീക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഇറങ്ങി നടക്കൂ, പെട്ടിയെടുത്തുകൊണ്ട് വരൂ. നല്ല വലിയ പുഴയാണ്, വലിയ പുഴ. മറ്റം വരെ കിടപ്പുണ്ട്. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാൾ ഡൽഹിക്കാരനാണ്. പുള്ളിക്കാരൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കോയമ്പത്തൂർ പോയതാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ട്രെയിനിൽ നമ്മൾ മലയാളം സോങ്സ് ഒരുപാട് പ്ലേ ചെയ്തിരുന്നു. അതിലൊന്നാണ് ARM ഫിലിമിലെ പൂവേ പൂവേ എന്നുള്ള സോങ്. അത് പുള്ളിക്കാരൻ ഒരു 5 വട്ടമെങ്കിലും മൊത്തത്തിൽ കേട്ട് കാണാം. लिरिक्स समझ में नहीं आ रहा बट हाँ ठीक है, सुनने में बढ़िया लग रहा है. ഗണേശ ഷുവറാട്ടെ. വോൾട്ടാ സ്ക്രൂ ഉണ്ട് അവിടെ ഇരിക്കുന്ന.
ആ ആ ആണോ പുള്ളി മടുത്തില്ല ഡൽഹി എത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. 2-3 ദിവസമായി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയപ്പോൾ മുതൽ ലോക്കൽ ഓട്ടോക്കാരന്മാരുടെ ശല്യമായിരുന്നു. ഏകദേശം 20ഓളം ഓട്ടോക്കാരന്മാർ നമ്മുടെ അടുത്ത് വന്ന് എവിടെ പോവുകയാണ്, എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യം വളരെ അരോചകമായി തോന്നി. നമുക്കിനി പോകാനുള്ളത് ഹരിദ്വാറിലേക്കാണ്. ബസ് രാത്രി 11 മണിക്കാണ് ബുക്ക് ചെയ്തത്. അതുവരെ ഡൽഹി ഒന്ന് കാണാമെന്ന് കരുതി. ഞങ്ങളുടെ സഹോദരി ഡൽഹിയിൽ താമസമുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു. ഇന്ത്യ ഗേറ്റിന് അടുത്തായിട്ടാണ് ചേച്ചിയുടെ ക്വാർട്ടേഴ്സ്. അവിടെ ഞങ്ങൾ എത്തുകയും അവിടെ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്യുകയും ചെയ്തു. 2 മുട്ടയുണ്ട്, ഒരു മുട്ട അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ചൂട് ബിരിയാണി ഗൈസ്, നമ്മളങ്ങനെ ഇന്ത്യ ഗേറ്റ് കയറിയിരിക്കുകയാണ്. ഇന്ത്യ ഗേറ്റ് 1914-നും 19-നും ഇടയിൽ നടന്ന യുദ്ധങ്ങളിൽ വീരമൃത്യു വരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനികർക്കായി സമർപ്പിച്ചിരിക്കുന്ന ന്യൂഡൽഹിയിലെ മനോഹരമായ ഒരു മണൽക്കൽ സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. 1-ാം ലോക മഹായുദ്ധത്തിലും 3-ാം അഫ്ഗാൻ യുദ്ധത്തിലും ബലിയർപ്പിച്ച 80,000-ഓളം വരുന്ന സൈനികർക്കുള്ള ആദര സൂചകമായിട്ടാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത്. ഇതാണ് നാഷണൽ വാർ മെമ്മോറിയൽ. സ്വതന്ത്ര ഇന്ത്യയിലെ സായുധ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യൻ സായുധ സേനയിലെ സൈനികരെ ആദരിക്കുന്നതിനും ഓർമ്മിക്കുന്നതിനുമായി ഇത് നിർമ്മിച്ചിരിക്കുന്നു. അമർ ജവാൻ ജ്യോതി അല്ലെങ്കിൽ അനശ്വര സൈനികന്റെ ജ്വാല. 1971 ഡിസംബറിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മരണാർത്ഥമായിട്ടാണ് ഇന്ത്യ ഗേറ്റിനോട് കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കപ്പെട്ടത്. 1972 ജനുവരി 26-ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അത് ഉദ്ഘാടനം ചെയ്തു. 2019 ഫെബ്രുവരിയിൽ അമർ ജവാൻ ജ്യോതി ഇന്ത്യ ഗേറ്റിൽ നിന്നും നാഷണൽ വാർ മെമ്മോറിയലിലോട്ട് മാറ്റി സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യ ഗേറ്റും കൊറോണേഷൻ പാർക്കും ഒക്കെ കണ്ട് ഡൽഹിയിലെ നൈറ്റ് ലൈഫും നേരിട്ട് ആസ്വദിച്ച് തിരിച്ച് റൂമിലേക്ക് പോയി. കുളിച്ച് റെഡിയായി കശ്മീരി ഗേറ്റിലുള്ള മഹാറാണ പ്രതാപ് ബസ് ടെർമിനലിൽ ഞങ്ങളെത്തി. 13-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഹരിദ്വാറിലേക്കുള്ള ബസ് നിൽക്കുന്നത്. ഹരിദ്വാർ ഇറങ്ങുന്നതിന് പകരം സ്ഥലം മാറി ഞങ്ങൾ നേപ്പാളി ഫാമിലാണ് ഇറങ്ങിയിരുന്നത്. രാവിലെ 4:30 മണിയോടുകൂടി ഞങ്ങൾ നേപ്പാളി ഫാമിലെത്തി. ഡ്രൈവറിനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. രാവിലെ തന്നെ ഡ്രൈവർ ഒരു 7 മണിക്കുള്ളിൽ നേപ്പാളി ഫാമിൽ എത്താമെന്ന് അറിയിച്ചു. ഈ നേപ്പാളി ഫാമിൽ കുറേയധികം കുട്ടികൾ പല ബസ്സിൽ നിന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനടുത്തായിട്ടാണ് ഒരു മെഡിക്കൽ കോളേജ് ഉള്ളത്. അവിടുത്തെ സ്റ്റുഡൻസ് ആണ് എല്ലാവരും. ഏകദേശം 2.5 മണിക്കൂറോളം ഞങ്ങൾക്ക് അവിടെ സമയം തള്ളി നീക്കണമായിരുന്നു. ചെറിയൊരു കടയുടെ ഒരു ഗ്യാപ്പ് കിട്ടി. ആ ഗ്യാപ്പിൽ ഞങ്ങൾ കിടന്നുറങ്ങി. ഏകദേശം ഒരു 6:30 മണിയായപ്പോൾ ഡ്രൈവറായ പങ്കജ് എത്തി. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വച്ചു, എല്ലാം കെട്ടി റെഡിയാക്കി. ഇവിടെ നിന്നാണ് നമ്മുടെ ഉത്തരാഖണ്ഡിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഉത്തരാഖണ്ഡിൻ്റെ സൗന്ദര്യം എന്താണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. എല്ലാവർക്കും ബൈ.